ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മൾ കാലത്തെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണേ. അപ്പോൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം താഴെ ഒരു തോടുണ്ടല്ലോ, ആ തോടിൻ്റെ സൈഡ് വഴിയൊക്കെ ഒന്ന് തെളിച്ചിടാനായിട്ട് ഇറങ്ങിപ്പോണേ. അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. കാലത്തെ എൻ്റെ വീട്ടു ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ചെടികൾക്ക് വെള്ളം ഒഴിക്കാനായിട്ടൊക്കെ ഇറങ്ങും. അപ്പോൾ ആ സമയത്ത് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. കള പറിച്ച് കളയൽ, ചെടിക്ക് പിന്നെ വളമൊക്കെ ഇടാനുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കലും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ചെടിയൊക്കെ നനച്ചിട്ട് നമ്മൾ താഴെ പച്ചക്കറിയൊക്കെ വെച്ചിട്ടുള്ള തോടില്ലേ, ആ തോടിൻ്റെ സൈഡ് വഴിയൊക്കെ ഒന്ന് തെളിച്ചിടാനായിട്ട് ഇറങ്ങിപ്പോണം. അപ്പോൾ വിഷു ഒക്കെ അല്ലേ വരുന്നത്, വിഷുവിന് മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും വിഷു ഒക്കെ ആഘോഷമായിരുന്നല്ലോ അല്ലേ. നമ്മൾ ഇപ്രാവശ്യം വലിയ വിഷു ആഘോഷമൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിൻപുറത്തുള്ള ഒരു കൊച്ചു വീടാണ് കേട്ടോ നമ്മുടേത്. നമുക്ക് കുറച്ച് ചെടികളും പച്ചക്കറികളും പിന്നെ കുറച്ച് കോഴികളും ഒക്കെ ആയിട്ട്, പിന്നെ ഞാൻ എൻ്റെ വീട്ടുജോലികളും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ജീവിതമാണ്. അതാണ് ഇവിടെ വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ഈ അരേലിയ ചെടി ഈയിടെയാണ് കേട്ടോ വെട്ടി നിർത്തിയത്. അപ്പം നന്നായിട്ട് തളിർത്ത് കയറി വരുന്നുണ്ട്, നല്ല പച്ചപ്പായിട്ട് വരുന്നുണ്ട്. വലിയ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിൽ നിന്ന് ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകി വരും. അപ്പോൾ മുകളിൽ കിടക്കുന്ന ചപ്പും ചവറും ഉണങ്ങിയ കരിയില എല്ലാം കൂടെ താഴേക്ക് ഒഴുകി പോരും. ഇവിടെ ഈ തോട്ടിൽ പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തൊക്കെ വന്ന് തങ്ങി നിൽക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ പുല്ലൊന്ന് ചെത്തിക്കളഞ്ഞേക്കാന്ന് വെച്ചത്. അപ്പോൾ കുറച്ചുകൂടെ താഴെയായിട്ടാണ് ആ കയ്യാലയുടെ സൈഡ് വഴി ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയൊക്കെ നമുക്ക് ധാരാളം കിട്ടി കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഒരു 2 ദിവസം വെള്ളം ഒഴിക്കാതിരുന്നപ്പോൾ തക്കാളി പയ്യെ വാടിപ്പോയായിരുന്നു. അപ്പോൾ എനിക്ക് പുതിയ കുറച്ച് തൈകളും കൂടെ വാങ്ങി നടണമെന്നുണ്ട്. അപ്പോൾ ഇനി വാങ്ങി നടുമ്പോൾ അതൊരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ചെടികളോടൊപ്പം തന്നെ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം കുറച്ച് പച്ചക്കറികൾ, തക്കാളി, പച്ചമുളക്, പാവൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഒരുപാട് സ്ഥലമൊന്നുമില്ല, ഉള്ള സ്ഥലത്ത് വെയിലിറക്കെ നോക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊരു ഇഷ്ടം കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ആ ചവറൊക്കെ കൊണ്ട് താഴെ ഒന്ന് കൂട്ടി വെച്ചിട്ട് കയ്യാലയിൽ ബാക്കി കുറച്ച് പുല്ലും കൂടെയൊക്കെ ഉണ്ടായിരുന്നു, അതോടെ ഒന്ന് പറിച്ചൊക്കെ കളയുക കേട്ടോ. ഇത് മുയൽ ചെവി എന്ന് പറയുന്ന ഒരു മരുന്നാണ് കേട്ടോ. ഇത് ടോൺസിലൈറ്റിസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്കത് ഒരു ചുവട് ഉണ്ടാകും, അത് വലുതായി ഇങ്ങനെ നിൽക്കും. പിന്നെ അത് വേനൽക്കാലം ആകുമ്പോഴത്തേക്കും കാണത്തില്ല. പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ അതിൻ്റെ അരിയൊക്കെ വീണിട്ട് പൊട്ടിക്കിളിച്ച് പിന്നെ അതുണ്ടാവും. അപ്പോൾ ഇനി അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് തലേ ദിവസം ചാള വാങ്ങിയ കുട്ടിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ, വെട്ടിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ അതെനിക്ക് വെക്കണം. വെട്ടിയത് കൊണ്ട് എളുപ്പമുണ്ട്. ഞാൻ തലേ ദിവസം കൊണ്ടുവന്നപ്പോൾ വറുത്തെടുത്തായിരുന്നു, നല്ല ചാളയായിരുന്നു കേട്ടോ, നെയ്യൊക്കെ ഉള്ള ചാളയാണ്. അപ്പോൾ അടുപ്പിൽ തന്നെ വെക്കാമെന്ന് കരുതി. ഇപ്പോൾ ഗ്യാസിനൊക്കെ ക്ഷാമമാണല്ലോ. അപ്പോൾ അടുപ്പിൽ തീ പിടിപ്പിച്ചിട്ട് പെട്ടെന്ന് ചട്ടിയൊക്കെ അടുപ്പ് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ അതിലൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുകയാണ്. ഇത് അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണമൊക്കെ അതിൽ പെറുക്കിയിടാം. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ മൂടി വെച്ച് വേവിച്ചിട്ട് ചാറൊക്കെ ആവശ്യത്തിന് കുറുകി കഴിയുമ്പോഴത്തേക്കും കറിവേപ്പിലയൊക്കെ ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി.